ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തതില്ലേ വെരി സ്പെഷ്യൽ വ്ളോഗാണ്. അത് ഞങ്ങൾക്ക് വെരി സ്പെഷ്യൽ വ്ളോഗ്. അപ്പോൾ അതെന്തെന്ന് വെച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് എയർപോർട്ടിലേക്ക് ഒരാളെ കൂട്ടാൻ പോകുന്നു. ഒരാളല്ലെങ്കിൽ 4 ആളെ കൂട്ടാൻ പോകുന്നു നമ്മൾ. അത് ആരി എന്ത് നല്ല ബയ്യച്ചല്ലാവേ. അങ്ങനെ ഒരു ദിവസം ഒരു 6:30 മണിയാകുമ്പോഴേക്ക് സുമ വന്ന് നമ്മൾ ഇടുക ഇത്ര പ്രിപ്പറേഷൻസ് ആക്കിയിട്ട് പോയിന്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയൂ കിടാക്കല്ലുണ്ടോ വരുന്നതിൽ നിന്നിട്ട്. അങ്ങനെ കേക്കിൻ്റെ ചുറ്റും വെക്കാനുള്ളതാണ് അവിടെ വെച്ചത്. അങ്ങനെ അത് വെക്കാനുള്ള സ്ഥലം നടുവിലാക്കിയിട്ട് ബാക്കി ബലൂണും ചോക്ലേറ്റ്സ് എല്ലാം ഡെക്കറേറ്റ് ആക്കിന്. കേക്ക് വരുന്ന രാത്രി തന്നെ ആക്കിന്. അങ്ങനെ നമ്മതാ എല്ലാവരും പോകുന്നുണ്ട്. പൊരയിലത്തെ എല്ലാവരും പോയിന്. അങ്ങനെ അതാ പോകുന്ന ബൈക്ക് തന്നെ ഞാൻ ചെറിയ 2 ബൊക്കെ ആക്കി അതാക്കാനുള്ള ടൈം കിട്ടിയിട്ടാ രാത്രി. അങ്ങനെ ഇതെപ്പോഴത്തെ വ്ളോഗ് അറിയോ? കഴിഞ്ഞ ശനിയാഴ്ചൻ്റെ വ്ളോഗ്. അങ്ങനെ എന്താ ഞാൻ ബൊക്കെല്ലാം ആക്കിക്കൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ കാലത്ത് കുറേ സമയമില്ലേ. അങ്ങനെ മാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ് അവർ വരുന്നത്. അങ്ങനെ കുറേ സമയം ഇരിക്കായില്ലേ നമുക്ക് കാറിൽ തന്നെ. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ എല്ലാവരും പോയി. ഞാൻ പോരയിലത്തെ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ആകുന്നത് എപ്പോൾ ഇല്ലെങ്കിൽ 7:55 തോന്നുന്നത്. 7:55 വെറുതെ ലാൻഡ്. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈം ആകുമ്പോഴേക്ക് നമ്മൾ എത്തിനാട്. അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. എക്സൈറ്റ്മെൻറ്റ് ചെല്ലിയെങ്കിൽ അത് എക്സ്പ്രസ് ആക്കാൻ കഴിയില്ല വേർഡ്സിലെന്തോ. അത്ര എക്സൈറ്റ്മെൻറ്റും ഹാപ്പിയെല്ലാം ഉണ്ട്. ഞാൻ ആരെയും ചെല്ലുന്ന ഇപ്പം തന്നെ ആപ്പാൻ്റെ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ വൈഫും 2 മക്കളും. അങ്ങനെ ഞാൻ 10th പഠിക്കുമ്പോൾ പോയത് ദുബൈക്ക്. അങ്ങനെ ഇപ്പോൾ വരുന്നത് ഞാൻ പ്ലസ് ടുവിലുള്ളത്. അങ്ങനെ ഇപ്പോൾ വരുന്നത് നാട്ടിലേക്ക്. 2 കൊല്ലാവാനായി. അങ്ങനെ എന്തോ നമ്മൾ ഈ ഒരു യാത്ര മാത്രം ഒരിക്കലും ബോറടിക്കുകയല്ല. കാരണം നമ്മൾ സ്പെഷ്യൽ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് എങ്ങനെ ബോറടിക്കുന്നല്ലേ. എല്ലാവർക്കും അങ്ങനെ ആയിട്ടുണ്ടാവും ഒരു എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു മൊമെൻറ്റ്സ്. അത് കൊണ്ടുവരാൻ മാത്രം കൊണ്ടുപോകാനേ ഞാൻ പോയിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെ എന്തെന്നറിയില്ല, ഈ ഒരു എയർപോർട്ട് റോഡിലേക്ക് എത്തുമ്പോൾ കേടുന്നു ഇല്ലാത്തൊരു എന്തെല്ലോ ഫീലിങ്സ്. അങ്ങനെ നമ്മൾ കറക്റ്റ് ലാൻഡിങ് ടൈം ആകുമ്പോഴേക്ക് തന്നെ എയർപോർട്ടിലേക്ക് എത്തി. 7:55 ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ കറക്റ്റ് എത്തിയിട്ടുണ്ടായി. അങ്ങനെ ആടെ പോയിട്ട് നോക്കുമ്പോഴാണ് കുഴപ്പം. എന്തില്ലെങ്കിൽ വരുന്നതിന് കുറച്ച് ടൈം ഡിലേ ആയിന്. ചെറിയൊരു പ്രശ്നം, ലാൻഡാക്കാൻ കഴിയാത്ത ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ നമ്മൾ എത്തിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നില്ലെങ്കിൽ കുറേ ആയി ഇവിടെ കാണാത്ത. ഇപ്പോൾ മാംഗ്ലൂർ എയർപോർട്ട് ഭയങ്കര ചേഞ്ച് ആയി. നമ്മൾ ലാസ്റ്റ് ടൈം വന്നത് പോലെ ബാപ്പാനെ കൂട്ടാൻ. പക്ഷെ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയില്ല. കാരണം ബാപ്പ എപ്പോഴേ എത്തി, നമ്മൾ ലേറ്റായിപ്പോയി. അങ്ങനെ അതിൻ്റെ കുഴപ്പം നിർത്തി. കാരണം നമ്മൾ ബീയായിന് നെല്ലെങ്കിൽ ലേറ്റായിന്. നമ്മടെ വരുന്നവരെയും പോകുന്നവരെയും കാത്തിട്ട് ഒരു 3/4 മണിക്കൂർ നമ്മടെ കാത്തിട്ടുണ്ടാവും. അതുപോലെ അത് ലഗേജെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഉണ്ട്. 4 ആളെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ടൈം എടുത്തിന് കുറച്ചും. അങ്ങനെ കുറേ കാക്കുന്നത് വരുന്നവരെയും പോകുന്നവരെയും എല്ലാം നോക്കി. അങ്ങനെ അവിടെ കുറേ ആളിങ്ങനെ ബൊക്കെല്ലാം പിടിച്ചിട്ട് അവിടെ സൈഡ് കാത്തോണ്ടെല്ലാം ഉണ്ടായി. നമ്മൾ അതും എല്ലാം നോക്കി വരുന്നവരെയും പോകുന്നവരെയും എല്ലാം നോക്കിയിട്ട് അവിടെ തന്നെ ഇരുന്ന് ബോറടിക്കലല്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെ കാക്കുന്ന എക്സൈറ്റ്മെൻറ്റിലെല്ലാം. അങ്ങനെ കാക്കുന്നതുണ്ട്. അങ്ങനെ എടുക്ക് വരുന്ന ഒരു ടൈം ആകുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഞാൻ വീഡിയോ എടുക്കണം അല്ല ഓരോട് ഇതാക്കണം. അങ്ങനെ ഓറാണ് എത്തിയത്. ആപ്പ, മറുവാണ്ടി, റിഷാൻ, റിംഷു. അങ്ങനെ ഓരെല്ലാം കൂട്ടിയിട്ട് നമ്മൾ കാറിലെത്തി. അങ്ങനെ ആടുന്ന് ഞാൻ ബൊക്കെ കൊടുത്തിട്ടാ കാറിലേക്ക് എത്തിയിട്ടായിട്ട് നമ്മൾ സർപ്രൈസ് ആക്കി. അങ്ങനെ റിഷാൻക്കും റിംഷുക്കും ചെറിയ 2 ബൊക്കയും കൊടുത്ത് ഓറെ ഹാപ്പിയാക്കി. അങ്ങനെ ഞങ്ങൾക്ക് എന്ത് പറയണ്ടതെന്ന് അറിയുന്നില്ല ഹാപ്പിയിൽ. അങ്ങനെ എന്നിട്ട് നേരെ ഓർക്ക് പൈക്കുന്ന് ചൊല്ലിക്കൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോകാൻ ഇരിച്ച്. ഓരോരോ വിശേഷവും റിഷാൻ്റെ പാട്ടും എല്ലാം ആയിട്ട്. പിന്നെ ഇവിടെ മൂത്താക്ക് വീഡിയോ കോൾ ആക്കിയിട്ട് മുണ്ടുന്നേണ്ടോർ. മൂത്ത എന്നുള്ളത് എൻ്റെ ബാപ്പാവേ. അങ്ങനെ ഓരോ വിഷയവും അത് ഇതെല്ലാം കേട്ടിട്ട് ഓന് ഏത്താൻ കഴിയുന്നില്ല. ഓന് പോകുമ്പോഴേക്ക് ഏത്താൻ കഴിയുന്ന ഇത്ര ചെറുതായിട്ടുണ്ടായി. ഇപ്പോൾ ഏത്താൻ കഴിയുന്ന നിൽക്കുമ്പോൾ ചെന്ന് I am 5 years old എന്നിട്ട്. അങ്ങനെ ഓൻ്റെ ബിസിയെല്ലാം ചെല്ലിങ്ങാവല്ല അത്ര ഉണ്ട് ഓൻ്റെ ബിസിയും. അങ്ങനെ എല്ലാവരും നമ്മൾ തിന്നുന്നേണ്ട്. വടയും മസാല ദോശയും പൂരിയും എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം തിന്നിട്ട് വേർന്ന് കുറച്ചിട്ട് നമ്മൾ പിന്നെയും പോയി. അങ്ങനെ വരുന്നതും പോകുന്നതും എന്തും ബോറടിക്കില്ല. കാരണം വരുമ്പോൾ നമ്മൾ എക്സൈറ്റ്മെൻറ്റിൽ പോകുമ്പോൾ നമ്മൾ എക്സൈറ്റ്മെൻറ്റ്, വരുമ്പോൾ ഓരോ വിശേഷം എല്ലാമായിട്ട് നമുക്ക് ഭയങ്കര എത്തുന്ന പോലെ ആവും. അങ്ങനെ നമ്മൾ പൊരക്കെത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാ ഓരെല്ലാം കൂട്ടിയിട്ട് ഇപ്പോഴാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത്. ഓർ കണ്ടിട്ട് ഭയങ്കര നെട്ടിയിട്ടുണ്ട്. റിഷാനും റിംഷും എല്ലാം ഇതാണ് ഞാനാക്കിയ കേക്ക്. സ്പൈഡർമാൻ തീമിലാക്കിയോ എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എത്തിയിട്ട് കണ്ടിട്ട് ബമ്പിലെന്തില്ല അവൻ. അങ്ങനെ
അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മുറിക്കാൻ വേണ്ടിയിട്ട് കിനി ഇതോന് ജമീൻ്റെ ഒക്കെ കളിക്കുന്നേ ഉള്ളതാണ് വന്നിട്ട് ഫസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ കേക്ക് മുറിക്കാൻ കീന്നുണ്ട് അവിടെ സൈഡ് ഡെക്കറേഷൻ ആക്കിയിട്ട് വെച്ച മുട്ടായി ഇതെല്ലാം എനിക്കിഷ്ടം. ജെല്ലി മുട്ടായി, ചോക്കി മഞ്ച്, ഇമിലി അതെല്ലാം. അങ്ങനെ ഇടുന്നാരെങ്ങ് ദുബൈക്കെല്ലാം പോകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ജെല്ലി മുട്ടായി തന്നെ നമ്മൾ കൊടുത്തേക്കല്ലോ ഇഷ്ടം എന്നിട്ട്. അങ്ങനെ റിഷാനും റിംഷും ജമ്മിയും കൂട്ടിയിട്ട് മുറിക്കുന്നേ ഉണ്ട് കേക്ക്. അങ്ങനെ കേക്കെല്ലാം തിന്നിട്ട് നമ്മൾ ആ ഒരു ഡേ കഴിഞ്ഞ്, ഡേ എന്നില്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് നമ്മൾ കഴിഞ്ഞ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എന്തില്ല നമ്മളൊരു ഹാപ്പി മൊമെൻറ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ആക്കിയത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.